വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വ്ലോഗിൽ കുറേ അധികം വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ലോകത്ത് അത്ര നല്ല സംഭവങ്ങളൊന്നും അല്ലല്ലോ നടക്കുന്നത്. അപ്പം മൊത്തത്തിൽ നമുക്കും അത് നമ്മളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് അത്ര നല്ലതല്ലായിരുന്നു. എന്നാലും നമ്മൾ ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. അപ്പോൾ നമ്മളിതേ വീണ്ടും എഡിറ്റിങ്ങും വീഡിയോ ആയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ പോകുന്നത് നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ് പാർട്ടിയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ഫ്രണ്ടാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്, 3 years ആയി. അപ്പോൾ അവരുടെ വീടാണ് കേട്ടോ ഇത്. ഹേമ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു, കാരണം ഞങ്ങൾ ഒരുപാട് നാളായി സംസാരിച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം വന്നപ്പോൾ അവൾ എന്നെ ഓർത്തു വിളിച്ചു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ പോയി അവരുടെ ഫങ്ഷനൊക്കെ കൂടി. നല്ല വീടാണ്, ബ്യൂട്ടിഫുൾ ഹൗസാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 1 hour ഉള്ളൂ. അവർ നാട്ടിൽ ആന്ധ്രയാണ് കേട്ടോ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് പൂജയൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. നല്ലൊരു ഫംഗ്ഷനായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ, അവരുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ അധികം വീഡിയോസൊന്നും എടുത്തില്ല, അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പൂജയൊക്കെ കൂടി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഇവിടെ മെഹന്തി ഇട്ടിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ഞാനിതേ മെഹന്തിയൊക്കെ ഇട്ടു. കുറേ നാൾക്ക് ശേഷം വീണ്ടും എൻ്റെ കയ്യിൽ ഞാൻ മെഹന്തിയൊക്കെ ഇട്ടു. നല്ല ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് ഡിഫറെൻറ്റ് ഫുഡായിരുന്നു, അവരുടെ ആന്ധ്ര സ്റ്റൈലുള്ള ഫുഡൊക്കെ ആയിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു, വെജിറ്റേറിയൻ ഫുഡായിരുന്നു. പ്രോഗ്രാമൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ നേരെ പോകുന്നത് ആസ്റ്റലോട്ടാണ്. ഇന്ന് ഡേയ്സും എനിക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേക്കാണ്. മറ്റൊന്നുമല്ല, എഗ് പഫ്സ് ആണ്. ഓക്കെ, ഡേയ്സിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് ആസ്റ്റൽ വന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇവർ തന്ന ഒരു ഗുഡി ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതിൽ ഒരു ബ്ലൗസ് പീസ് ഉണ്ട്, പിന്നെ ഒരു ഫ്രൂട്ട്, പിന്നെ കുറേ സ്വീറ്റ്സ്, ഇങ്ങനെ പേട പോലത്തെ എന്തോ ആ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഹോൾഡർ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുട്ടി കുട്ടി ഐറ്റംസ് ആട്ടോ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കസ്റ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതവിടെ വരുന്ന എല്ലാവർക്കും അവരോരോ ഇങ്ങനെ ഗുഡി ബാഗ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ഫംഗ്ഷനായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തതും പോകാൻ പറ്റിയതൊക്കെ. ഇതാണ് നമ്മൾ ആസ്റ്ററിൽ നിന്ന് വാങ്ങിച്ച പഫ് പേസ്ട്രി. അപ്പോൾ ഇത് വെച്ചിട്ട് എഗ് പഫ്സ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് മസാല ഉണ്ടാക്കുക, എഗ്ഗ് വെക്കുക, ഇതിൽ വെച്ചിട്ട് നമ്മൾ എയർ ഫ്രൈയിൽ ഒരു 12-15 minutes വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ് പഫ്സ് കിട്ടും. നല്ല ടേസ്റ്റാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും അതിനെക്കാട്ടിലും ബെറ്ററായിട്ട് കിട്ടും കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് അപ്പം തന്നെ ഞങ്ങൾ തീർത്തു, അതാണ് സത്യം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഞാൻ ഗാർഡനിൽ വെള്ളമൊക്കെ ഒഴിക്കാൻ വന്നു. ഇതേ കൊറിയാണ്ടറൊക്കെ വന്നിട്ടുണ്ട്, സ്ട്രോബെറീസ് വന്നിട്ടുണ്ട്. പക്ഷെ ഗാർഡൻ്റെ മൊത്തത്തിലുള്ളൊരവസ്ഥ മോശമാണ്, കാരണം വീഡ്സ് കുറേ ഉണ്ട്. കാര്യം ചെടികളൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ വീഡ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അതൊക്കെ ഇനി ക്ലിയർ ചെയ്ത് കൊടുക്കണം, എന്നാലേ ഗാർഡൻ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഇന്ന് നമ്മളുടെ ഇവിടെ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലാണ്. കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമ്മറിലും വിൻ്ററൊക്കെ ആയിട്ട് ഇവർ ഇങ്ങനെ ഒരു ചെറിയ ഫെസ്റ്റിവൽ നടത്തും. അവിടെ ഇന്ന് എൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. എൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വീക്ക്ലി വൺസ് ഒരു ബോളിവുഡ് ക്ലാസ്സിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ചെറിയൊരു ഡാൻസ് പെർഫോമൻസ് പോലെ നടത്തുന്നുണ്ട്. വളരെ ചെറുതാണ് കേട്ടോ, നമ്മുടെ ഇവിടെ തന്നെ ലേക്കിൻ്റെ അവിടെ ആയിട്ടാണ്. അപ്പോൾ അതിന് പോവാണ്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പോയിട്ട് വാ. ഇവിടെ വന്നപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള പ്രോഗ്രാംസ്, പിന്നെ പാട്ട്, ഡാൻസ്, പിന്നെ ഫുഡ്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ഫാമിലി നടത്തുന്ന ഒരു സ്റ്റോളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഡാൻസിനുള്ള പ്രിപ്പറേഷനൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. വെതർ ഇന്ന് അത്ര നല്ല വെതർ അല്ല. പെട്ടെന്ന് വെയിൽ വരും, പെട്ടെന്ന് മഴ വരും. അതായത് ഒരു ടിപ്പിക്കൽ UK വെതർ അറിയാലോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും അങ്ങനെ ഡാൻസേഴ്സൊന്നുമല്ല. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടിയാണ് ഇതിൻ്റെ ടീച്ചർ. ബാക്കി എല്ലാവരും
പഠിച്ചൊക്കെ വരുന്ന ബിഗിനേഴ്സാണ് കേട്ടോ. ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും മഴയായി. മഴ എന്ന് പറഞ്ഞാൽ അറിയാലോ, മഴ പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും അങ്ങനെ. അപ്പോൾ ഈ മഴയത്ത് നല്ലൊരു ചൂട് മസാല ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നേക്കാണ്. ഇവരുടെ പേര് ചായക്കടക്ക് എന്നാണ്. ഇവർക്ക് അങ്ങനെ ഫിസിക്കലി ഒരു സ്റ്റോറല്ല. നമുക്ക് വാട്സപ്പിൽ ഇവർ ത്രൂ ഓർഡർ ചെയ്താൽ അവർ വീട്ടിൽ ഫുഡ് കൊണ്ട് ഡെലിവറി ചെയ്യും. കൂടുതലും നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, ചാട്ടും പിന്നെ വടാപ്പാവ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ബാൻഡ് പെർഫോമൻസ് കണ്ടു. അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഒരു കൺട്രിയിൽ പ്രായം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രായം ഒരു പ്രശ്നമേ അല്ല. ഇവിടെ 50 കഴിഞ്ഞാലും 60 കഴിഞ്ഞാലും 70 കഴിഞ്ഞാലും ആക്റ്റീവായിട്ടിരിക്കുന്നവരാണ് കൂടുതലും. നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു കണ്ടീഷനിങ് ഉണ്ടല്ലോ, ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീകൾ അങ്ങ് ഒതുങ്ങിക്കൂടുക എന്നുള്ള ഒരു കണ്ടീഷനിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും തോന്നണമെന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനേ ഇല്ല. അതായത് ഏത് ഏജിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഇവിടുത്തെ ആളുകൾ വില്ലിങ് ആണ്. 70+ ആണെങ്കിലും 50+ ആണെങ്കിലും 60+ ആണെങ്കിലും നമ്മൾ ഒതുങ്ങിക്കൂടിയിരിക്കുക അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. ഞാനിത് എടുത്ത് പറയാൻ കാരണം പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് UK നിൽക്കുന്നത് എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ പച്ചപ്പും ഹരിതാവും ഒക്കെ വിട്ടിട്ട്. നാട് ഞങ്ങൾക്ക് ഇഷ്ടം തന്നെയാണ്. ഇവിടുത്തെ പല പോസിറ്റീവ് കാര്യങ്ങളും നമുക്കിഷ്ടമാണ്. നമ്മൾ ഇവരിൽ നിന്നും കുറേ പഠിക്കാനുണ്ട്. അതിലൊന്നാണ് ഇത്. നമ്മൾ ഇവിടെ നമ്മുടെ പ്രായം വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഷേപ്പ് വെച്ചിട്ടോ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടോ ഒന്നും നമ്മളെ ഇവർ ആരും ജഡ്ജ് ചെയ്യില്ല. അത് നമുക്ക് നാട്ടിലില്ലല്ലോ. നാട്ടിൽ എന്ത് ചെയ്താലും മറ്റുള്ളവർ എന്ത് പറയും എന്ത് ചോദിക്കും എന്ന് വെച്ചിട്ട് വേണം, ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ നല്ല എബ്രോഡ് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ കുറച്ചും കൂടെ ഫ്രീഡം, കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റും. ഇത് വൺ ഓഫ് ദ ഫ്യൂ റീസൺസ് ആണ് കേട്ടോ UK നിൽക്കാനുള്ളത്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ തിരിച്ചു വന്നു. ഞാൻ ഇൻസ്റ്റൻറ്റ് പോട്ടിലാണ് ചോറുണ്ടാക്കുന്നത്. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ആരെങ്കിലും ഇൻസ്റ്റൻറ്റ് പോട്ട് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് ഡൗട്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചോളൂ. ഭയങ്കര എളുപ്പമായിട്ടോ ഇത് സംഭവം. അടുത്തൊരു 1 month ഞങ്ങൾ നല്ല തിരക്കാവാൻ പോവാണ്. എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വീട്ടിലേക്ക് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട്. ആ ഒരു ഷോപ്പിങ്ങിനായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ വന്നു. എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇടയ്ക്ക് ചൂടായിട്ട് എന്തെങ്കിലും കോഫി ടീ ഒക്കെ കുടിക്കണം എന്നൊരു തോന്നൽ ഉണ്ട്. അതുകൊണ്ട് അത് ഡേയ്സിന് അറിയാവുന്നതുകൊണ്ടും കൊച്ചും ഞാൻ ഇവിടെ ഒരു കഫേയിൽ വന്ന് കോഫിയൊക്കെ കുടിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇനിയും തിരക്കാണെന്ന്. എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് 2 പേര് വരുന്നുണ്ട്. ഗസ്റ്റൊന്നുമല്ല, നമ്മുടെ ഫാമിലി തന്നെയാണ്. എൻ്റെ പപ്പയും മമ്മിയും നാട്ടിൽ നിന്ന് എൻ്റെ ഞങ്ങളുടെ കൂടെ ഒരു 1 month സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. അവർ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീട് ചെറിയ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണമല്ലോ, അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡ്രസ്സിങ് ടേബിൾ ഞങ്ങൾ റീസെൻ്റായിട്ട് വാങ്ങിച്ചാണ്. ഇപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഈ റൂമൊന്ന് സെറ്റ് ചെയ്തെടുത്തു. ഈ റൂമാണ് പപ്പയ്ക്കും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ടേബിൾ ലാമ്പ് കണ്ടോ, നല്ല രസമല്ലേ? ഇതൊരു ബണ്ണിയുടെ ഷേപ്പാണ്. എനിക്കിങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഗാർഡനിലേക്കും നമ്മളിത് ഈ ഒരു ബെഞ്ചോ അത് വാങ്ങിച്ചിട്ടുണ്ട്. പപ്പയും മമ്മിയും വരുന്നതുകൊണ്ടുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളിപ്പോൾ. നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ അവരുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. Till then, bye bye.